സ്വർണ്ണ കവർച്ചയിൽ നിർണായക നീക്കം. മുരാരി ബാബു കസ്റ്റഡിയിൽ, തിരുവനന്തപുരത്ത് എത്തിച്ചെന്ന വിവരം. ശബരിമല സ്വർണ്ണ കവർച്ച ബോർഡും സർക്കാരും ചോദ്യമുനയിലേക്ക്. വിശ്വാസ്യത നഷ്ടപ്പെട്ട ഭരണ സംവിധാനം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യത തന്നെ സംശയിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്ന നിർദ്ദേശം നൽകിയതെന്നും മിനിറ്റ്സിൽ കൃത്രിമം കാണിക്കുമെന്ന കോടതിക്ക് സംശയമുണ്ടെന്നും അവർ പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചനയും പൊതുമുതൽ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കിയതിനാൽ അഴിമതിയുമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. 2019 മുതലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ ഈ രണ്ട് വകുപ്പുകളും ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം പ്രതിപക്ഷവും ഉയർത്തിക്കഴിഞ്ഞു. കേസും അന്വേഷണവും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചന SIT നൽകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹായികളുടെയും വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്ന മട്ടിൽ SIT 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമോ അതോ കൂടുതൽ സമയം തേടുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഗൂഢാലോചനയും കവർച്ചയും സ്ഥിരീകരിച്ച കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനാൽ ഇനി പിന്നോട്ട് പോകാനാകില്ല. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന ആക്ഷേപം ഉയർന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളവർക്ക് ആയുധം കൊടുക്കുന്നതിന് തുല്യമാകും. CBI അന്വേഷണം ഹൈക്കോടതി അനുവദിച്ചില്ലെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹർജിക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ച് തുടക്കം മുതൽ സംസാരിച്ച ദേവസ്വം മന്ത്രി VN വാസവന്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് SIT റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കോടതി നിർദ്ദേശങ്ങളും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് സ്വർണ്ണ കവർച്ച വിവാദമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആദ്യ വാദം. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ബോർഡിന്റെ വീഴ്ചകൾ അധികം പറയാത്തത് പ്രശാന്തിന് ആശ്വാസമായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ ബലത്തിലാണ് മന്ത്രി വാസവനും ബോർഡിനെ സംരക്ഷിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി തടിതപ്പാമെന്ന് കരുതിയ മന്ത്രിക്കും ബോർഡിനും കോടതിയുടെ പരാമർശം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ പത്മകുമാർ ഒഴികെ മറ്റു മുൻ പ്രസിഡന്റുമാർ പങ്കെടുത്തിരുന്നില്ല. അവരുടെ വിയോജിപ്പുകൾ പല ഘട്ടത്തിലും പുറത്തു വന്നിരുന്നു. 2019 ശേഷമുള്ള ബോർഡിൽ എല്ലാവരും ഇടതുപക്ഷ പ്രതിനിധികളായിരുന്നു. CPM-നും CPI-ക്കും കൈയൊഴിയാനാകാത്തവരാണ് അവരെല്ലാവരും. ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. മുരാരി ബാബുവിനെ കൂടി ചോദ്യം ചെയ്താൽ സുപ്രധാനമായ വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ദേവസ്വത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ബോർഡിന്റെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് നിലവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. തൊണ്ടിമുതൽ കണ്ടെത്തുന്നതിനൊപ്പം ഗൂഢാലോചന പുറത്തുകൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മുരാരിയുടെ റോൾ എന്താണ്, ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നിവയെല്ലാം അന്വേഷണ സംഘത്തിന് അറിയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബാബുവിനെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തേക്കും.